ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടതുകൊണ്ട് തന്നെ സച്ചി കട്ടക്കലിപ്പിലായിരിക്കും. അച്ഛൻ്റെ പെൻഷൻ കാശും കൊണ്ട് മുങ്ങിയ ആ ഒരു പഴയ സുധിയുടെ കാമുകി നീലിമയെ സച്ചി പൊക്കി അവരുടെ വീട്ടിൽ ചെന്ന് ഒരു രാജാവിനെ പോലെ തന്നെ ഹാളിൽ അങ്ങ് ഇരിപ്പുറപ്പിച്ചു. സച്ചി, നീ ഇതെന്താ ഈ കാണിക്കുന്നത് എന്നും വണ്ടി വേണ്ട എന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് നീലിമ ചൂടാവുന്നുണ്ട്. നീലിമേ, ഞാൻ വന്ന കാര്യം നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് വല്ലാതെ സ്വാതന്ത്ര്യം തന്നതുകൊണ്ടാണോ നീ എന്നെ ഇങ്ങനെ പേരെടുത്ത് വിളിക്കുന്നത് എന്നൊക്കെ നീലിമ വീണ്ടും ചോദിച്ചങ്ങ് തട്ടിക്കയറാണ്. പഴയ ഡ്രൈവർ സച്ചിയല്ല ഇത് എന്നും ആരെങ്കിലും തെറ്റ് ചെയ്താൽ തനിക്ക് ദേഷ്യം വരുമെന്നൊക്കെ സച്ചി കട്ടായം പറയുമ്പോൾ അവൾക്ക് കാര്യം പിടികിട്ടുന്നില്ല. തനിക്ക് സുധി അറിയാമോ എന്ന് സച്ചി ഒരൊറ്റ ചോദ്യം. ആ പേര് കേട്ടപ്പോൾ നീലിമയുടെ കിളി പോയി. സുധിയോ എന്ന് അവളിങ്ങനെ പരുങ്ങലോടെ ചോദിക്കുന്ന സമയത്തന്നെ അതെ, നിന്റെ ആ പഴയ കാമുകനില്ലേ എന്ന് സച്ചി ആഞ്ഞടിച്ചു. നീ ഇത്രയും വലിയൊരു കേടിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് സച്ചി പറയുമ്പോൾ ദേ, ആവശ്യമില്ലാത്ത കാര്യം പറയരുത് എന്ന് നീലിമ അവനോട് ദേഷ്യപ്പെട്ടു. എന്നാൽ ആവശ്യമുള്ള കാര്യം പറയാമെന്നും സുധി അറിയാമോ ഇല്ലയോ എന്ന് സച്ചി വീണ്ടും ചോദിക്കുമ്പോൾ അറിഞ്ഞിട്ട് സച്ചിക്ക് എന്താണ് കാര്യമെന്നും അവനും സച്ചിയും തമ്മിൽ എന്ത് ബന്ധമാണെന്നും അവൾ തിരിച്ചു ചോദിച്ചു. അവൻ എൻ്റെ ചോരയാണ്, അവൻ എൻ്റെ സ്വന്തം ചേട്ടനാണ് എന്ന് സച്ചി ആ ഒരു സത്യം വെളിപ്പെടുത്തുമ്പോൾ നീലിമ ആകെ സ്തംഭിച്ചു പോവുകയാണ്. നീ പറ്റിച്ചിട്ട് ഓടിക്കളഞ്ഞ ആ ഒരു സുധിയുടെ അനിയനാണ് ഞാൻ. ആ 50 ലക്ഷത്തിൻ്റെ കാര്യമൊക്കെ നീ മറന്നോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സച്ചിക്കിപ്പോൾ എന്താ അറിയേണ്ടത് എന്ന് അവൾ നേരിട്ട് ചോദിച്ചു. നീ എടുത്തോണ്ട് പോയ 50 ലക്ഷം രൂപയല്ലേ, അത് സുധീരേതല്ല, അത് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്, അതെൻ്റെ അച്ഛൻ ഒരുപാടധികം അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ നിൻ്റെ അച്ഛനെ പറ്റിച്ചത് ഞാനല്ല, നിൻ്റെ അച്ഛനെ പറ്റിച്ചത് നിൻ്റെ സ്വന്തം ചേട്ടൻ തന്നെയാണെന്ന് നീലിമ വെളിപ്പെടുത്തി. അവനൊരു മണ്ടനായതുകൊണ്ടല്ലേ നിന്നെപ്പോലെ ഒരുത്തിയുടെ കയ്യിൽ നിന്നും ചെന്ന് പെട്ടത് എന്നും ഇത്രയും കാലം നിന്നെ ഞാൻ തപ്പി നടക്കുകയായിരുന്നു എന്നും സച്ചി പറഞ്ഞു. എൻ്റെ അച്ഛനെ പറ്റിച്ചിട്ട് നീ സുഖമായി വാഴാമെന്ന് കരുതിയോ എന്നും ആ 50 ലക്ഷം രൂപ ഇപ്പം തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ വാശി പിടിക്കുന്ന സമയത്തിനെ നീലിമങ്ങ് ചിരിക്കുകയാണ്. സച്ചി, ആ കാശ് നിന്റെ ചേട്ടന് പലിശ സഹിതം 53 ലക്ഷം രൂപയാക്കിയിട്ട് എന്നെ ഞാൻ കൊടുത്തു കഴിഞ്ഞു എന്ന് അവൾ പറയുമ്പോൾ സച്ചിക്കത് വിശ്വസിക്കാൻ പോലും ആവുന്നില്ല. എടേ, നീ എന്നെ വീണ്ടും മണ്ടനാക്കുകയാണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ എല്ലാം സെറ്റ് ചെയ്തതാണെന്നും നിന്റെ ചേട്ടൻ ഇതൊന്നും നിന്നോട് പറഞ്ഞില്ലേ എന്നും ചോദിക്കുകയാണ് നീലിമ. കള്ളം പറയാണെന്ന് സച്ചി ആവർത്തിക്കുമ്പോൾ സ്റ്റേഷനിൽ ഇതിനൊക്കെ തെളിവുണ്ട് എന്നും അന്ന് സാക്ഷിയായിട്ട് ഒപ്പിടുത്ത് സച്ചി തന്നെയല്ലേ എന്നും അവൾ ചോദിച്ചു. സച്ചി പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്തു. അന്ന് താനാ ഒപ്പിട്ട് കൊടുത്തത് ഈ ഒരു കേസിനാണോ എന്ന് സച്ചിക്ക് മനസ്സിലായി. സംശയമുണ്ടെങ്കിൽ ഇൻസ്പെക്ടറോട് ചോദിക്കാൻ നീലിമ പറയുമ്പോൾ സച്ചിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയറായി. സുധി ഇപ്പോഴും വീട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും സ്വന്തം ചോര തന്നെയാണ് സച്ചിയെ പറ്റിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തതിനെ നീലിമ പരിഹസിച്ചു. അവൻ അച്ഛനെയും അമ്മയെയും അനിയന്മാരെ വരെ പറ്റിക്കുന്നു, അതുകൊണ്ട് തന്നെ അവനേക്കാൾ മുൻപേ തന്നെ ഞാൻ അവനെ പറ്റിച്ചതാണെന്നും അവൾ പറഞ്ഞു. ഷോറൂം തുടങ്ങാനുള്ള കാശ് അമ്മായപ്പൻ കൊടുത്തു എന്നാണല്ലോ അവൻ പറഞ്ഞത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ നിന്റെ ചേട്ടന് ഇത്രയധികം ബുദ്ധിയൊന്നുമില്ല എന്നും ഇതെല്ലാം അവൻ്റെ ഭാര്യയല്ലേ ശ്രുതി, അവളുടെ പണിയാണെന്നും പാർലറിൽ വെച്ച് തന്നെ എല്ലാം ലോക്ക് ചെയ്തതാണെന്നും സ്റ്റേഷനിൽ കൊണ്ടുപോയി തന്നെ പൈസ നേരിട്ട് തന്നെ വാങ്ങിച്ചതെല്ലാം തന്നെ അവളാണ് എന്ന കാര്യമെല്ലാം തന്നെ നീലിമ സച്ചിയോട് തുറന്നു പറഞ്ഞു. ഈ സത്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് പറയണമെന്ന് സച്ചി ആവശ്യപ്പെടുമ്പോൾ നീലിമ ആദ്യമൊന്നും മടിച്ചു. സച്ചി പറഞ്ഞ ആരും വിശ്വസിക്കില്ലെന്ന് മനസ്സിലാക്കി അവൾ വരാമെന്ന് സമ്മതിക്കാണ്. ചന്ദ്രോദയത്തിൽ രേവതി ഫോണിൽ സംസാരിക്കുന്നതും കേട്ടുകൊണ്ട് തന്നെ ചന്ദ്രമതി ദേഷ്യപ്പെടുന്നുണ്ട്. ശ്രുതി കണ്ടു പഠിക്കണമെന്നും ഇല്ലാത്ത വീട്ടിൽ നിന്നും വന്ന പെണ്ണിനെ കൊണ്ടുവന്നാൽ ഇങ്ങനെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി രേവതി എങ്ങനെ അപമാനിക്കുമ്പോൾ സമയത്തായിരിക്കട്ടോ സച്ചി അങ്ങോട്ടേക്ക് കലിതുള്ളി കയറി വരുന്നത്. സച്ചി എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു വരുത്തി. ഒരു കോടതി മുറി പോലെ തന്നെ ആ ഒരു വീടങ്ങ് സെറ്റ് ചെയ്തു. അച്ഛനെ വാദിയും സുധിയെ പ്രതിക്കൂട്ടിലുമാക്കി നിർത്തി ചന്ദ്രമതിയെ ജഡ്ജിയാക്കുന്നു. അച്ഛൻ ഇത്രകാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ 50 ലക്ഷം രൂപ സുധി എടുത്തോണ്ട് പോയി എന്നും അത് നീലിമ കൊണ്ടുപോയി എന്നാണ് സുധി പറഞ്ഞത് എന്നും സച്ചി വാദിച്ചു. എന്നാൽ സത്യം അതല്ലെന്നും പൈസ സുധിക്ക് കിട്ടിയത് മാസങ്ങളോളമായി എന്നും സച്ചി വെളിപ്പെടുത്തുമ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടി. രണ്ടാമത്തെ പ്രതി ഈ പാർലലേട്ടത്തി ശ്രുതിയാണ് എന്നും ഇവർ രണ്ടുപേരും കൂടിയിട്ട് ചേർന്നിട്ടാണ് പൈസ വാങ്ങിയത് എന്നും സച്ചി ആഞ്ഞടിച്ചു. സുധി ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്തിന് അത് നിഷേധിച്ചപ്പോൾ സച്ചി വിട്ടുകൊടുത്തില്ല. മദ്യപിച്ചിട്ട് പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ സുധി അത് വരുത്തി തീർക്കാൻ നോക്കുമ്പോൾ താൻ കുടിച്ചിട്ടില്ല എന്ന് സച്ചി ആണയിട്ട് പറഞ്ഞു. തെളിവുണ്ടോടാ എന്ന് ശ്രുതി വെല്ലുവിളിക്കുമ്പോൾ തെളിവുണ്ട് എന്നും സാക്ഷിയെ ഞാൻ നേരിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞു കൊടുത്തിനെ സച്ചി നീലിമയെ അകത്തേക്ക് വിളിപ്പിച്ചു. നീലിമ ചന്ദ്രോദയത്തിലേക്ക് കടന്നു വന്നതോടുകൂടി തന്നെ ഒട്ടും വിശ്വസിക്കാനാവാതെ ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുമായിരിക്കട്ടോ സുധിയും ശ്രുതിയൊക്കെ. നീലിമ ഹാളിലേക്ക് കയറി വന്നതും സുധിയുടെയും ശ്രുതിയുടെയും മുഖത്തെ ആ ഒരു ചോരയൊക്കെ അങ്ങനെ വറ്റിപ്പോകുന്നത് പോലെ തോന്നി. ചന്ദ്രമതിയും രവീന്ദ്രനും അവിശ്വസനീയതയോടുകൂടി തന്നെ ആ ഒരു പെണ്ണിനെ തന്നെ ഇങ്ങനെ മാറി മാറി നോക്കുകയാണ്. നീലിമയെ കണ്ടപാടെ ഇവളാണോ സച്ചി നീ പറഞ്ഞ ആ ഒരു നീലിമ? രവീന്ദ്രൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. സച്ചി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. അതെ അച്ഛാ,
ജഡ്ജിക്ക് പ്രതിയെ മനസ്സിലായല്ലോ അല്ലേ? ശ്രുതി പറഞ്ഞ ആ ഒരു കാനഡക്കാരി ദാ ഇവിടെ വന്ന് നിൽക്കുന്നു. ശ്രുതി പതറാതെ പിടിച്ചു നിൽക്കാൻ നോക്കി. സച്ചി, നീ എവിടുന്നോ ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് വേഷം കിട്ടിച്ചാൽ അതൊരിക്കലും സത്യമാവില്ല. ശ്രുതിയെ ചീത്തപ്പേര് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണെന്ന് ഞങ്ങൾക്കറിയാം. ശ്രുതിയുടെ വാക്ക് കേട്ട് ചന്ദ്രമതിയും മരുമകളുടെ കൂടെ കൂടി. അതേടാ, നിനക്ക് പണ്ടേ ശ്രുതിയോട് അസൂയാണ്. അവൻ ബിസിനസ്സിൽ പച്ച പിടിക്കുന്നത് നിനക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ഓരോ നാടകം കളിക്കുന്നത്? അപ്പോഴാണ് നീലിമ വാ തുറന്നത്. ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മച്ചി? ഇത്രയും വലിയ മണ്ടന്മാരാണോ നിങ്ങളെല്ലാവരും? ദാ ഈ നിൽക്കുന്ന ശ്രുതിയും അവൻ്റെ ഭാര്യയും കൂടി ചേർന്നുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് തന്നെ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് എൻ്റെ കയ്യിൽ നിന്നും 50 ലക്ഷം രൂപക്ക് പകരം പലിശ സഹിതം 53 ലക്ഷം രൂപ വാങ്ങിച്ചത്. ഇൻസ്പെക്ടർ വർഗീസിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇടപാട് നടന്നത്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദാ ഈ വീഡിയോ ഒന്ന് നോക്കുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നീലിമ തൻ്റെ ഫോണിൽ നിന്നും ആ ഒരു വീഡിയോ അങ്ങ് പ്ലേ ചെയ്തു. സ്റ്റേഷൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് തന്നെ ശ്രുതി പണം വാങ്ങിക്കുന്നതും ശ്രുതി അത് ബാഗിലാക്കുന്നതും വ്യക്തമായി തന്നെ ആ ഒരു വീഡിയോയിൽ കാണാമായിരുന്നു. ആ ദൃശ്യങ്ങളെല്ലാം കണ്ടതോടുകൂടി തന്നെ ചന്ദ്രമതിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചായ ഗ്ലാസ് അങ്ങ് താഴെ വീണ് തകർന്നു. രവീന്ദ്രൻ ആകെ ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാതെ ആകെ തളർന്നങ്ങ് സോഫയിലേക്ക് ഇരുന്നു പോയി. ശ്രുതി രവീന്ദ്രനെ പല്ല് ഞെരിച്ചുകൊണ്ട് വിളിച്ചു. നീ നിന്റെ അച്ഛൻ്റെ കണ്ണീരിനെ വിലയിട്ടല്ലോടാ ആ ഷോറൂം പണിതത്. സ്വന്തം അനിയനെ സാക്ഷിയാക്കി അവനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് നീ അവനെ പോലും ചതിച്ചില്ലേടാ. ശ്രുതി ഇതെല്ലാം കേട്ട് ആകെ ചമ്മിൻ നാറി നാണം കെട്ട് തല താഴ്ത്തി നിന്നു. ഒന്നും മിണ്ടാനാവാതെ ശ്രുതി പരങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ സച്ചി അടുത്തേക്ക് ചെന്നു. എന്തായി പാർലലേട്ടത്തി? ഇനി മലേഷ്യയിൽ നിന്നും ഏതെങ്കിലും അമ്മായപ്പൻ പൈസ അയച്ചു തരാനുണ്ടോ? എൻ്റെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് കാശ് തട്ടിയെടുത്തിട്ട് വലിയ ബിസിനസ്സുകാരിയാവാൻ നോക്കിയത് നിന്റെ ബുദ്ധി ഏതായാലും സമ്മതിക്കണം. പക്ഷേ ഒന്നുണ്ട്, സച്ചി കുടിച്ചാൽ ബോധം പോകുന്നവനായിരിക്കാം. പക്ഷേ കൂടെയുള്ളവർ ചതിക്കുന്നത് കണ്ടാൽ അവൻ അത് പലിശ സഹിതം തന്നെ തിരിച്ചു കൊടുത്തിരിക്കും. സച്ചി നീലിമയെ നോക്കിയിട്ട് കണ്ണു കാണിച്ചു. അവൾ പടിയിറങ്ങിപ്പോയി. സച്ചി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛ, അച്ഛൻ ഒരിക്കലും സങ്കടപ്പെടരുത്. ആ കാശ് മുഴുവൻ ഈ ഷോറൂം വിറ്റാലും ഞാൻ അച്ഛൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചേൽപ്പിക്കും. ഇവൻ്റെയും ഇവൻ്റെ ഭാര്യയുടെ നാടകം ഇന്നത്തോടെ തീർന്നു. ഈ ഒരു കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് തന്നെ ചന്ദ്രമതിയും രേവതിയൊക്കെ ഇങ്ങനെ ആകെ ഷോക്കേറ്റതുപോലെ നിൽക്കുമായിരിക്കും. രേവതി കണ്ണും തുടച്ചുകൊണ്ട് തന്നെ സച്ചിയുടെ അടുത്തേക്ക് വന്ന് നിന്നു. ചന്ദ്രമതിക്കാണെങ്കിൽ താൻ ഇത്ര കാലം പുകഴ്ത്തി വാഴ്ത്തിയ തൻ്റെ സ്വന്തം മരുമകളുടെ തനിനിറം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു നാണക്കേട് അത് വിവരിക്കാൻ പോലും ആവാത്ത അതിനുമപ്പുറമായിരുന്നു. സച്ചി സുധീരെ ഷർട്ടിൻ്റെ അങ്ങ് കുത്തിനി പിടിച്ച് പുറത്തേക്കങ്ങ് തള്ളി. ഇപ്പം തന്നെ ഇറങ്ങിക്കൊണ്ട രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യപ്പെടുകയാണ്. എൻ്റെ അച്ഛൻ്റെ വിയർപ്പിൻ്റെ വില അറിയാത്തവർക്ക് ഈ വീട്ടിലേതായാലും സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ സച്ചിയെ സുധി അങ്ങ് ഉന്തിത്തള്ളി പുറത്തേക്കാക്കുന്നത്. എന്നാൽ ചന്ദ്രമതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ചന്ദ്രമതി സച്ചിയെ തടയാതെ ആ ഒരു കാഴ്ച കണ്ട് വിശ്വസിക്കാനാവാതെ അങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. നീലിമ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു സത്യം ചന്ദ്രോദയത്തിലെ കാർമംഗങ്ങളെ പോലും മാറ്റിമറിച്ചു. സച്ചി ഒരു യഥാർത്ഥ നായകനെ പോലെ തന്നെ അച്ഛൻ്റെ അഭിമാനം വീണ്ടെടുക്കുന്ന അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ വരാം. ബൈ.